കായംകുളം നഗരസഭാ പരിധിയിൽപ്പെടുന്ന പ്രദേശങ്ങളിൽ ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് നഗരസഭാ 35-ാം വാർഡ് കൗൺസിലർ പുളിയറ വേണുഗോപാൽ പറഞ്ഞു. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ദേശീയപാത അധികൃതരും നഗരസഭാ അധികൃതരും പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. എന്നാൽ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും വേണുഗോപാൽ പറഞ്ഞു. കായംകുളം നഗരസഭയുടെ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ ദേശീയപാത 66-ന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വെള്ളക്കെട്ടുകൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭ 35-ാം വാർഡ് കൗൺസിലർ പുളിയറ വേണുഗോപാൽ ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ 66-ന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ കായംകുളം മുനിസിപ്പൽ പ്രദേശത്ത് വരാൻ പോകുന്നത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. കഴിഞ്ഞ വർഷം ഞാനടക്കമുള്ള പൊതുപ്രവർത്തകർ ഇറങ്ങി ആ വെള്ളം വെട്ടിവിട്ടെങ്കിൽ അന്ന് നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം ഇത്രയും അങ്ങോട്ട് സുഗമമായി മുന്നോട്ട് പോയിരുന്നില്ല, ഇത്രയും ഭംഗിയായിട്ട് പോയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിൽ വരുന്ന വെള്ളവും നമുക്ക് ആ ഓടയിലോട്ട് തട്ടിവിടാമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഇതിൻ്റെ നിർമ്മാണം ഇതിനോട് സമാന്തരമായൊരു ഓട നിർമ്മിക്കണമെന്ന് ഏതാനും മാസം മുമ്പ് കായംകുളം നഗരസഭാ കൗൺസിൽ ഞാനും സൂചിപ്പിച്ചിരുന്നു. അന്നേരം തന്നെ 11 കൗൺസിലർമാർ ഈ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട് ഹൈവേയിലെ പ്രദേശത്ത് താമസിക്കുന്ന 11 അംഗങ്ങളുള്ള കൗൺസിലർമാർ അവർ അത് ശക്തമായിട്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് കൗൺസിലിൽ സംസാരിക്കുകയും അന്ന് സെക്രട്ടറിയെയും ചെയർമാൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഈ കൗൺസിലർമാരുടെയൊക്കെ ഒരു സഹായത്തോടു കൂടി തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ വിളിച്ചു വരുത്തി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർ പ്രദേശങ്ങളെല്ലാം കണ്ടു. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. എന്നാൽ അവർ പറഞ്ഞ നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് ഇവിടെ അവരുടെ കയ്യിൽ ഓട നിർമ്മിക്കുവാനുള്ള ഫണ്ടുണ്ട്, അടിയന്തരമായിട്ട് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാവണം എന്നാണ് സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ നാളിതുവരെ അതിൻ്റെ ഒരു പ്രവർത്തനവും മുന്നോട്ട് പോയിട്ടില്ല. നമുക്കറിയാം, മഴക്കാലം വരാൻ പോകുന്ന ഒരു മാസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴ കേരളത്തെ ബാധിക്കുമ്പോൾ ഈ ഹൈവേക്ക് പടിഞ്ഞാറ് വശവും കിഴക്ക് വശവും പ്രത്യേകിച്ച് കിഴക്ക് വശത്തുള്ള ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമുക്ക് ഓടിപ്പോയി വെട്ടിവിടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കായംകുളത്തെ നാഷണൽ ഹൈവേകളിൽ. കാരണം ഞാൻ വർക്ക് ചെയ്യാണ്ട് 80% തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളക്കെട്ടിന് ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ സമാന്തരമായിട്ടുള്ളൊരു ഓടയുടെ നിർമ്മാണമാണ് ആവശ്യം. കളക്ടർ പറഞ്ഞതുപോലുള്ള ആ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഓട നിർമ്മിച്ച് വെള്ളം ആ ഓടയിലൂടെ ഒഴുക്കിവിടാൻ സാധിക്കും. എന്നാൽ അതിൻ്റേതായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകാനായിട്ട് എല്ലാ വിഭാഗവും കൂടി യോജിച്ച് ഒരു പ്രവർത്തനം നടത്തേണ്ടത് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഈ വിഷയം കായംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ താൻ കഴിഞ്ഞ ഫെബ്രുവരി മാസം അവതരിപ്പിച്ചിരുന്നതാണ്. തുടർന്ന് അംഗങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിയും നഗരസഭാ അധികൃതരും പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഇതിൻ പ്രകാരം ഓട നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് തങ്ങളുടെ പക്കലുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി ബോധ്യപ്പെടുത്തുകയും ചെയ്തു. തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശവുമുണ്ടായി. ഇതനുസരിച്ച് ഫെബ്രുവരി 26-ന് ഈ വിഷയത്തിൽ കളക്ടറേറ്റിൽ നിന്നും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കായംകുളം നഗരസഭാ സെക്രട്ടറി കൗൺസിൽ അംഗങ്ങളുടെ ഗ്രൂപ്പിൽ അംഗങ്ങൾക്ക് മഴക്കാലത്ത് വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു കത്തായി എഴുതി തരണമെന്ന് കുറിപ്പിട്ടു. ഇതനുസരിച്ച് അംഗങ്ങൾ വിശദാംശങ്ങൾ എഴുതി നൽകുകയും ചെയ്തു. എന്നാൽ നാളിതുവരെ പ്രശ്നപരിഹാരത്തിന് തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പുളിയറ വേണുഗോപാൽ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.